അപ്പോൾ ഞാൻ നാട്ടിൽ പോവാണ്. ഓക്കെ, എല്ലാവരും ഉണ്ടോ? ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, അപ്പോൾ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെല്ലാവരും വിശേഷം? മഴയൊക്കെ പോയി, നല്ല വെയിലായി. പിന്നെ മഴ ഇന്നലെ രാത്രി തോന്നുന്നു ഏകദേശം ഒരു 10-12 മണി വരെയൊക്കെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളൊക്കെ വെള്ളം നല്ലോണം കയറി നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം ഇറങ്ങാനാണ് പണി. അപ്പം ഇവർ ഈ മോട്ടർ ഇന്നലെ കാണിച്ചതില്ല, അതുപോലെ മോട്ടറുകളൊക്കെ വെച്ചിട്ട് ഈ ടനലിൻ്റെ ഉള്ളിലൊക്കെ മോട്ടറുകൾ വെച്ചിട്ട് വെള്ളം വലിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഇന്ന് സ്കൂളില്ല. പിന്നെ ഇന്നലത്തെ മഴ കാരണം സ്ട്രോങ് ആവും എന്ന് കണ്ടതുകൊണ്ട് അവർ ഇന്ന് സ്കൂള് ഒഴിവ് കൊടുത്തു. അപ്പോൾ എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ ഇപ്പോൾ ഉള്ളത് 37 ഓഫീസിലാണ്, 37 പണിസ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ നല്ല പണിയാണ് കിട്ടിയത് സ്കൂളില്ലാത്തത് കൊണ്ട്. കാരണം രാവിലെ ഒരു 8:30 ആയപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പിന്നെ ഞാൻ റൂമിൽ പോയി. പിന്നെ ഒന്ന് കിടക്കാൻ നിന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒരു 11:45 ആകുമ്പോഴേക്കും ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. 11:45 ആകുമ്പോഴത്തേന് വരണം എന്ന് പറഞ്ഞു, ഇവിടെ എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 11:15 ആകുമ്പോഴത്തേന് ഇറങ്ങണ്ടേ. അപ്പോൾ കിടത്തം ശരിയായില്ല. അപ്പോൾ നേരെ വന്ന് 36 അവരെ ചങ്ങാഴ്ചകളൊക്കെ അവിടെ കൂട്ടിയിട്ട് മാളിൽ പോയി. അവിടെ പോയി അവർ കോഫി കുടിച്ചു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അവൻ വന്നതുകൊണ്ട് ചടപ്പില്ലാണ്ട് ഇങ്ങനെ നിന്ന്. കാരണം നല്ല വെയിലാണ്, നല്ല ചൂടാണ്. ഇന്നലത്തെ മഴയും ഇന്നത്തെ വെയിലും അതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഒരു 1.5 മണിക്കൂറോളം അവിടെ ബസ് സ്റ്റോപ്പിലിരുന്നു, വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കുത്തിരുന്നു. പിന്നെ നേരെ ഇങ്ങോട്ട് വന്നു. എന്നോട് പറഞ്ഞ് ഇപ്പോൾ 1:30 കഴിഞ്ഞു. എന്നോട് പറഞ്ഞ് 2:45 ആവും ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞു. ഞാൻ ഇരിക്കുന്ന സ്ഥലം എന്ന് സഹിച്ച ഈ വെയിൽ. വണ്ടി ചിലത് നമ്മളിപ്പോൾ ചിലർക്ക് വണ്ടി സ്റ്റാർട്ടാക്കിയിരുന്നത് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ചിലർക്ക് വണ്ടിയിൽ ഇരിക്കുന്നതേ പറ്റൂല. നമ്മളെ കാര്യമല്ല, നമ്മളെ മുതലാളിമാരെ കാര്യമാണ് പറഞ്ഞു, മനസ്സിലായില്ലേ? എൻ്റെ പിന്നെ വലിയ പ്രശ്നമില്ല. എന്നാലും പിന്നെ ഞാൻ കണ്ടറിഞ്ഞ് എനിക്ക് ചൂടെടുക്കുകയാണെങ്കിൽ മാത്രമേ AC ഇടൂ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ വെയിലൊക്കെ ഞാൻ കാണിച്ചാൽ എൻ്റെ പൊരിഞ്ഞ വെയിലാണ്. നല്ല വെയിലാണ്. ആകാശമൊക്കെ കിടും ആകാശമാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. 2:45 വരെ ഇവിടെ ഇരിക്കണം. 1:49 ആയി. കണ്ടോ, 1:49. അപ്പോൾ വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം കിടക്കാൻ പറ്റുകയാണെങ്കിൽ കിടക്കാൻ പറ്റില്ല, ഈ ചൂടുണ്ടാകുമ്പോൾ നടക്കൂല കിടത്തുന്നു. ഇന്നത്തൊക്കെ കൊള്ളാം. ഇനിയിപ്പം വക്കറയിൽ പോകണം. വക്കറയിൽ മിക്കവാറും പോകുന്നു. പാടൊരു കഥയാണ് മക്കളെ. ചില സമയത്ത് ഈ പണിയോണ്ട് സ്നേഹം തോന്നും, ചില സമയത്ത് ഈ പണി ഉണ്ടല്ലോ അതുപോലെ ഒരു ഇതിലാക്കിയിട്ടിട്ട് ചാവറ്റുകോട്ടയിൽ എടുത്ത് പറയാൻ തോന്നും. അതൊക്കെയാണ് സ്ഥിതി. അപ്പോൾ ഇനി ഞാൻ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പോവാം എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ബാക്കി അതിനനുസരിച്ച് നോക്കാം. ചിലപ്പോൾ പുറത്തോട്ട് ഇറങ്ങും. ഏതെങ്കിലും മറ്റോ പറഞ്ഞിരുന്നു എന്തൊരു കല്യാണം ഉണ്ട് എന്തോ പറഞ്ഞിരുന്നു, ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ ഇവള് പോവും, ചിലപ്പോൾ പോവില്ല. നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. അങ്ങനെ ഞാനിതേ വക്കറയിലെത്തി. പിന്നെ വക്കറയിൽ ഒരു കാര്യം ഇവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത്. കാരണം എന്താ പറയുക, നമ്മളെ കൂട്ടുകാരൻ നാട്ടിൽ പോകുന്നുണ്ട് 4-ാം തീയതി. ഓക്കെ, 4-ാം തീയതി തിങ്കളാഴ്ച നാട്ടിൽ പോവുക. 4-ാം തീയതി അല്ല, 6-ാം തീയതി നാട്ടിൽ പോവാണ്. അപ്പോൾ ഓൻ്റെ പെട്ടി കെട്ടലൊക്കെ ഒരു കഥയാണ്. ഞങ്ങൾ സാധനം വാങ്ങി പോരണം, എന്നിട്ട് പെട്ടി കെട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ നോക്കാം നമുക്ക് എന്താവും എന്നുള്ളത്. പെട്ടി കെട്ടലൊക്കെ ഒരു കണക്കേക്കാരം. പിന്നെ അപ്പോൾ പെട്ടി കെട്ടുന്ന കാഴ്ചയിലേക്ക് കേട്ടോ. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് മഷാവി അൽ അറബിയ ഇത് തുർക്കിഷ് ഷവർമയാണ് കേട്ടോ ഈ സാധനം. ഓക്കെ, അത് വാങ്ങിയത്. പിന്നെ അതെ പെപ്സി. ഞങ്ങൾ ഇന്നൊരു പൊളിക്കും. ഇനിയിപ്പോൾ കാണാനല്ലേ പോണേ, മുണ്ടാണ്ടിക്കിങ്ങൾ. പിന്നെ സാധനങ്ങളൊക്കെ കയറ്റി ഞാൻ പോവാണെന്ന് വിചാരിക്കും എല്ലാവരും. അപ്പം ഞാൻ നാട്ടിൽ പോവാണ്. ഓക്കെ, എല്ലാവരും ഉണ്ടോ? സാധനങ്ങളൊക്കെ കയറ്റി തുലാസ്
104 49 കിലോന്. നല്ല മാറ്റമാണ്. ഇപ്പോൾ വരും. ഓക്കെ, എല്ലാം സെറ്റ്. പെട്ടി കെട്ടി ഷവർമ എത്തി. പെട്ടി കഴിഞ്ഞാൽ ഷവർമ പെപ്സി അല്ലേ, മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ജുമക്ക് പോയതേന് കേട്ടോ. പിറ്റത്തെ ദിവസമാണ്. പള്ളി പോയി വന്നു. പിന്നെ അങ്ങനെ പെട്ടി കെട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടി കെട്ടി പെട്ടെന്നാണ് പറഞ്ഞ്, ഞാൻ അറിയില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നിന്നാണ്ട് പെട്ടി കെട്ടണം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടി കെട്ടി കൊടുത്തു. അതാണ് പെട്ടെന്ന് വീഡിയോസ് കുറച്ചായത്, അല്ലെങ്കിൽ സാധനം അങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ അത് വാങ്ങി പെട്ടി കെട്ടി കൊടുത്ത് പള്ളി പോയി വന്ന് സുഖവാസമായിട്ട് ഒറ്റ ഉറക്കം. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആൾ പോട്ടെ, ആൾ മറ്റന്നാൾ പോവും. ഓക്കെ, അത് കഴിഞ്ഞ് ഞാനും എത്തും ഇൻഷാ അല്ലാഹ്. ഒരു പൊളിക്കാനുള്ളതാണ്. രണ്ടാളും നാട്ടിൽ പോകണം, പൊളിക്കും ഞങ്ങൾ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. ഓക്കെ.